ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം തന്നെ ലഭ്യമാവുന്നതാണ്. ഇന്ന് നമുക്ക് 2024 നടന്ന പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The basis for payment of audit fee for primary land mortgage bank is, അതായത് പ്രൈമറി ലാൻഡ് മോർഗേജ് ബാങ്കിനുള്ള ഓഡിറ്റ് ഫീസ് അടയ്ക്കുന്നതിനുള്ള അടിസ്ഥാനം. അപ്പോൾ ഓരോ ബാങ്കുകൾക്കും, സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം, സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോരുത്തർക്കും അവരുടേതായ അടിസ്ഥാനമുണ്ട് ഓഡിറ്റ് ഫീ അടയ്ക്കുന്നതിന്. അപ്പോൾ ഈ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രൈമറി ലാൻഡ് മോർഗേജ് ബാങ്കിനുള്ള ഓഡിറ്റ് ഫീസ് അടയ്ക്കുന്നതിനുള്ള അടിസ്ഥാനം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ, ദ അഗ്രിഗേറ്റ് ഓഫ് ലോൺസ് ഇഷ്യൂഡ് ആൻഡ് that recovered during the year under audit. Option B, the working capital for the audited period. Option C, the gross income earned during the period. Option D, none of these. ഏതാണ് ഇതിന്റെ അകത്ത് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദ അഗ്രിഗേറ്റ് ഓഫ് ലോൺസ് ഇഷ്യൂഡ് ആൻഡ് ദാറ്റ് റിക്കവേർഡ് ഡ്യൂറിംഗ് ദ ഇയർ അണ്ടർ ഓഡിറ്റ്. അതായത് ഓഡിറ്റിന് കീഴിലുള്ള വർഷത്തില് ഇഷ്യൂ ചെയ്തതും തിരിച്ചെടുത്തതുമായ വായ്പകളുടെ ആകെ തുക. അടുത്ത ക്വസ്റ്റ്യൻ. Before registering the amendments of bylaw of an apex society, the registrar should consult. അതായത് ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ ബൈലോ ഭേദഗതികൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് രജിസ്ട്രാർ ഡാഷുമായി ബന്ധപ്പെടണം. ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്? ഈ അപ്പെക്സ് സൊസൈറ്റികളുടെ ഈ ബൈലോ ഭേദഗതികൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് രജിസ്ട്രാർ ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. ഓപ്ഷൻ ബി, സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. ഓപ്ഷൻ സി, ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. അതായത് ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ ബൈലോ ഭേദഗതികൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് രജിസ്ട്രാർ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെടണം. അടുത്ത ക്വസ്റ്റ്യൻ. The term of office of State Cooperative Election Commission is. ഈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന്റെ ഈ കാലാവധി, അതായത് സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 year, ഓപ്ഷൻ ബി 3 year, ഓപ്ഷൻ സി 5 year, ഓപ്ഷൻ ഡി 10 years. ഏതാണ് ശരി ഉത്തരം? ദ ടേം ഓഫ് ഓഫീസ് ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് 5 year ആണ്, 5 വർഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The enquiry by the registrar under section 65 shall be completed within a period of. The enquiry by the registrar under section 65 shall be completed within a period of. അതായത് ഒരു സെക്ഷൻ 65 പ്രകാരം രജിസ്ട്രാർ നടത്തുന്ന അന്വേഷണം ഒരു കാലയളവിനുള്ളിൽ പൂർത്തിയാക്കും. എത്ര കാലയളവിനുള്ളിലാണ് പൂർത്തിയാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 2 months, ഓപ്ഷൻ ബി 3 months, ഓപ്ഷൻ സി 5 months, ഓപ്ഷൻ ഡി 6 months. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 6 months. ദ എൻക്വയറി ബൈ ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 65 ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months. അടുത്ത ക്വസ്റ്റ്യൻ. Where a person is refused admission as a member in a society, the decision refusing admission together with the reasons therefore shall be communicated by the society to that person. അതായത് ഒരു വ്യക്തിക്ക് ഒരു സൊസൈറ്റിയിൽ അംഗമായി പ്രവേശനം നിഷേധിക്കപ്പെട്ടാൽ പ്രവേശനം നിരസിക്കുന്ന തീരുമാനം കാരണം സഹിതം സൊസൈറ്റിയുടെ ആ വ്യക്തിയെ അറിയിക്കും. എത്ര ദിവസത്തിനുള്ളിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയിൽ ഷെയർ എടുക്കുന്നതിന് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ നമ്മൾ കമ്മിറ്റിയിൽ സമർപ്പിക്കേണ്ടതാണ്. പ്രസ്തുത കമ്മിറ്റി അപേക്ഷയുടെ മേലെ തീരുമാനം എടുക്കാനുള്ള അധികാരം കമ്മിറ്റിക്കാണ്. കമ്മിറ്റി അതിന്മേൽ തീരുമാനമെടുത്ത് ഒന്നെങ്കിൽ അത് അംഗീകരിക്കാം അല്ലെങ്കിൽ നിരസിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിക്ക് ഒരു സൊസൈറ്റിയിൽ അംഗമായി പ്രവേശനം നിഷേധിക്കപ്പെട്ടാൽ പ്രവേശനം നിരസിക്കുന്ന തീരുമാനം കാരണങ്ങളോടൊപ്പം സൊസൈറ്റി ആ വ്യക്തിയെ അറിയിക്കും. എത്ര ദിവസത്തിനുള്ളിലാണ് അറിയിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിത്തിൻ എ പീരീഡ് ഓഫ് 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഡിസിഷൻ. ഓപ്ഷൻ ബി വിത്തിൻ എ പീരീഡ് ഓഫ് 10 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഡിസിഷൻ. ഓപ്ഷൻ സി വിത്തിൻ എ പീരീഡ് ഓഫ് 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഡിസിഷൻ. ഓപ്ഷൻ ഡി വിത്തിൻ എ പീരീഡ് ഓഫ് 5 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഡിസിഷൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിത്തിൻ എ പീരീഡ് ഓഫ് 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിസിഷൻ.
തീരുമാനത്തിന്റെ തീയതി മുതൽ 15 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following is not a dispute resolution body as per chapter 9 of the Kerala Cooperative Societies Act? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ അധ്യായം 9 പ്രകാരം തർക്കപരിഹാര ബോഡി അല്ലാത്തത്? അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. അപ്പോൾ താഴെ പറയുന്നതിൽ ഈ പറഞ്ഞ ഓപ്ഷനിൽ ഏതാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ അധ്യായം 9 പ്രകാരം തർക്കപരിഹാര ബോഡി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. The legal punishment such as imprisonment or a fine for violation of the provisions of an act. അതായത് ഒരു നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിന് തടവോ പിഴയോ പോലുള്ള നിയമപരമായ ശിക്ഷ, അത് ലംഘിച്ചതിനുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പെനാൽറ്റി, ഓപ്ഷൻ ബി അപ്പീല്, ഓപ്ഷൻ സി അവാർഡ്, ഓപ്ഷൻ ഡി റിവ്യൂ. ഏതാണ് ശരി ഉത്തരം? ദ ലീഗൽ പണിഷ്മെന്റ് such as imprisonment or a fine for violation of the provisions of an act, penalty. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following is not a ground for cancellation of registration certificate of a cooperative society? അതായത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനുള്ള അടിസ്ഥാനം അല്ലാത്തത്? അതായത് ഇപ്പോൾ സഹകരണ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രജിസ്ട്രേഷൻ ഒക്കെ റദ്ദാക്കാൻ വേണ്ടിയിട്ട് മതിയായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം അല്ലേ? അല്ലാതെ ചുമ്മാ വെറുതെ ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനം രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഈ അടിസ്ഥാനമല്ലാത്ത ഈ 4 എണ്ണത്തിൽ തന്നിട്ടുള്ളതിൽ അടിസ്ഥാനമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിൻ്റെ അകത്ത് അടിസ്ഥാനമല്ലാത്തത്? ഓപ്ഷൻ എ when all of the assets and liabilities of a society are transferred to another society. Option B when a society fails to elect managing committee even after 12 months from the time of for conduct of election. Option C when 2 or more societies are amalgamated into a new society. Option D when a society is divided into 2 or more societies. ഏതാണ് അടിസ്ഥാനമല്ലാത്തത്? ഓപ്ഷൻ ബി ആണല്ലേ അടിസ്ഥാനമല്ലാത്തത്. when a society fail to elect managing committee even after 12 months from the time for conduct of election. തെരഞ്ഞെടുപ്പ് നടത്തി 12 മാസം കഴിഞ്ഞിട്ടും ഒരു സൊസൈറ്റി മാനേജിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതിൽ പരാജയപ്പെടുമ്പോൾ അതാണ് അടിസ്ഥാനമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. After the affairs of the society has been wound up, the liquidator has to keep all the books and records in his office for dash. അതായത് സൊസൈറ്റിയുടെ കാര്യങ്ങൾ അവസാനിപ്പിച്ച ശേഷം ലിക്വിഡേറ്റർ എല്ലാ പുസ്തകങ്ങളും രേഖകളും ഡാഷ് വർഷത്തേക്ക് ഓഫീസിൽ സൂക്ഷിക്കണം. അപ്പോൾ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൊസൈറ്റി വൗണ്ട് അപ്പ് ചെയ്യുന്ന അവസരത്തിൽ ലിക്വിഡേറ്റർ തന്റെ ആ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം അതിന്റെ രേഖകളും കാര്യങ്ങളൊക്കെ ഓഫീസിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് എത്ര വർഷത്തേക്കാണ് ഓഫീസിൽ സൂക്ഷിക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 2 years, ഓപ്ഷൻ ബി 3 years, ഓപ്ഷൻ സി 5 years, ഓപ്ഷൻ ഡി 7 years. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 3 years. അടുത്ത ക്വസ്റ്റ്യൻ. The term of office of the cooperative ombudsman shall be. അതായത് സഹകരണ ഓംബുഡ്സ്മാന്റെ കാലാവധി ഡാഷ് ആയിരിക്കും. എത്ര വർഷമാണ് സഹകരണ ഓംബുഡ്സ്മാന്റെ കാലാവധി? ഓപ്ഷൻ എ 2 years, ഓപ്ഷൻ ബി 3 years, ഓപ്ഷൻ സി 5 years, ഓപ്ഷൻ ഡി 4 years. ഏതാണ് ശരി ഉത്തരം? 3 years ആണല്ലേ. The term of office of the cooperative ombudsman shall be 3 years. അടുത്ത ക്വസ്റ്റ്യൻ. What type of order may a tribunal issue to prevent the obstruction of justice pending the decision of an appeal or revision? അതായത് ഒരു അപ്പീലിന്റെയോ പുനരവലോകനത്തിന്റെയോ തീരുമാനം തീർപ്പാക്കാതെ നീതിയുടെ തടസ്സം തടയാൻ ഒരു ട്രൈബ്യൂണൽ ഏത് തരത്തിലുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു അപ്പീലിന്റെയോ പുനരവലോകനത്തിന്റെയോ തീരുമാനം തീർപ്പാക്കാതെ നീതിയുടെ തടസ്സം തടയാൻ ഒരു ട്രൈബ്യൂണൽ
ഏത് തരത്തിലുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ഫൈനൽ ഓർഡർ, ഓപ്ഷൻ ബി ഇന്റർലോക്യൂട്ടറി ഓർഡർ, ഓപ്ഷൻ സി പ്രിലിമിനറി ഓർഡർ, ഓപ്ഷൻ ഡി അഡ്വൈസറി ഓർഡർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇന്റർലോക്യൂട്ടറി ഓർഡർ. അടുത്ത ക്വസ്റ്റ്യൻ. The legal closure of the activities of the cooperative society is known as. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നിയമപരമായി അടച്ചുപൂട്ടുന്നത് ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ. The legal closure of the activities of the cooperative society is known as winding up അല്ലെ, winding up. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A liquidator is appointed by. ഒരു ലിക്വിഡേറ്ററെ നിയമിക്കുന്നു. ആരാണ്? എ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ആണോ, അതോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണോ, അതോ രജിസ്ട്രാർ ആണോ, അതോ മെമ്പേഴ്സ് ആണോ? ആരാണ്? എ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ രജിസ്ട്രാർ ആണ് അല്ലെ. എ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ. The liquidator shall complete the winding up proceedings within a period of dash years from the date of his appointment. അതായത് ഒരു ലിക്വിഡേറ്റർ തന്റെ നിയമന തീയതി മുതൽ ഡാഷ് വർഷത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കും. എത്ര വർഷത്തിനുള്ളിലാണ് നടപടി പൂർത്തിയാക്കുന്നത്? 3 years ആണല്ലേ. The liquidator shall complete the winding up proceedings within a period of 3 years from the date of his appointment. അടുത്ത ക്വസ്റ്റ്യൻ. Filing a petition or representation by the aggrieved before a higher authority against the order of an authority at the lower level is called. അതായത് താഴെത്തട്ടിലുള്ള ഒരു അതോറിറ്റിയുടെ ഉത്തരവിനെതിരെ ഒരു ഉയർന്ന അധികാരിയുടെ മുമ്പാകെ പരാതിയോ പ്രാതിനിധ്യമോ ഫയൽ ചെയ്യുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ഓർഡർ, ഓപ്ഷൻ ബി റിവിഷൻ, ഓപ്ഷൻ സി അപ്പീൽ, ഓപ്ഷൻ ഡി റിവ്യൂ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അപ്പീൽ. അടുത്ത ക്വസ്റ്റ്യൻ. മാച്ച് ദ ഐറ്റംസ് ലിസ്റ്റ് 1 വിത്ത് ദോസ് ഓഫ് ലിസ്റ്റ് 2. അപ്പോൾ ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് 1 ഒന്നാമത്തെ നോക്കാം, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. അത് ലിസ്റ്റ് 2 ഏതുമായിട്ടാണ് ചേരുന്നത്? നമുക്ക് നോക്കാം. ഏതുമായിട്ടാണ് ചേരുന്നത്? രണ്ടാമത്തെയാണ് അല്ലെ, സെൻട്രൽ ബാങ്ക് ഫോർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സെൻട്രൽ ബാങ്ക് ഫോർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ ഏതാണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതിന് ചേരുന്ന ഏതാണ്? അപ്പെക്സ് ഫിനാൻസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്. അടുത്ത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അതിന് ചേരുന്ന ഏതാണ്? സ്റ്റേറ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്ത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. അതിന് ചേരുന്ന ആരാണ്? ഏതാണ് ലിസ്റ്റ് 2 അപ്പെക്സ് ബോഡി ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തേത് ലിസ്റ്റ് 2 രണ്ടാമത്തേതാണ്, ലിസ്റ്റ് 1 രണ്ടാമത്തേത് ലിസ്റ്റ് 1 ഒന്നാമത്തേതാണ്, ലിസ്റ്റ് 1 മൂന്നാമത്തേത് ലിസ്റ്റ് 2 നാലാമത്തേതാണ്, ലിസ്റ്റ് 1 നാലാമത്തെ, ലിസ്റ്റ് 2 മൂന്നാമത്തേതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ. State the correct answer from the following statements regarding Kerala State Cooperative Consumers Federation Limited. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിനെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 3 സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡിനെ സംബന്ധിച്ച് ശരിയായത് ഏതാണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 എണ്ണവും ശരിയാണോ അതല്ലെങ്കിൽ ഒന്നാണോ ശരി? ഏതാണ് ശരി? ഓൾ ആർ കറക്റ്റ്, ഓപ്ഷൻ ബി 1 and 2 ആർ കറക്റ്റ്, ഓപ്ഷൻ സി 1 and 3 ആർ കറക്റ്റ്, ഓപ്ഷൻ ഡി 2 and 3 ആർ കറക്റ്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1 and 3 ആർ കറക്റ്റ്. അപ്പെക്സ് ബോഡി ഓഫ് ദ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. അതായത് കേരള സംസ്ഥാനത്ത് ഉപഭോക്തൃ സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ബോഡി. അടുത്ത ഏതാണ്? പ്രൈമറി ഒബ്ജക്റ്റ് ഈസ് ടു ഡിസ്ട്രിബ്യൂട്ട് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് മെഡിസിൻസ് ടു ദ പബ്ലിക് അറ്റ് അഫോർഡബിൾ പ്രൈസസ് ആൻഡ് പ്രൊട്ടക്ട് ദെയർ ബൈയിങ് റൈറ്റ്സ് ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഉപഭോക്തൃ വസ്തുക്കളും മരുന്നുകളും മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും
അവരുടെ വാങ്ങൽ അവകാശങ്ങൾ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ രണ്ടെണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ള. ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Identify the accurate statements regarding the activities of the Kerala State Cooperative Federation for Fisheries Development Limited. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ പ്രസ്താവനകൾ തിരിച്ചറിയുക. 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റിന് കൃത്യമായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓൾ ആർ കറക്റ്റ്, ഓപ്ഷൻ ബി 1 and 2 ആർ കറക്റ്റ്, ഓപ്ഷൻ സി 1 and 3 ആർ കറക്റ്റ്, ഓപ്ഷൻ ഡി 2 and 3 ആർ കറക്റ്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓൾ ആർ കറക്റ്റ്. ഓപ്ഷൻ ഒന്നാമത്തെ ഏതാണ്? ഇൻട്രസ്റ്റ് ഫ്രീ ലോണ്. രണ്ടാമത്തേതാണ് പ്രൊഡക്ഷൻ ബോണസ് സ്കീം ഫോർ ഫിഷർമാന്. തേർഡ് വൺ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇൻ ഹാർബർസ് ആൻഡ് സെലക്ടഡ് ഫിഷ് മാർക്കറ്റ്സ്. ഫോർത്ത് വൺ വൈറ്റ് കിറോസിൻ ബങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് കേരള ബാങ്ക്. അതായത് കേരള ബാങ്കിനെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം പറയുക. 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ടല്ലേ. അത് കേരള ബാങ്കിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓൾ ആർ കറക്റ്റ്, ഓപ്ഷൻ ബി ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 1, ഓപ്ഷൻ ബി ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 2, ഓപ്ഷൻ ഡി ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 1. ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 1. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് വാസ് ഇൻക്ലൂഡിംഗ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് 1934 RBI ആക്ടിന്റെ 2ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നെയിം ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് കേരള ബാങ്ക്. കേരള ബാങ്ക് എന്നാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പേര്. അപ്പോൾ ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 1. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഈസ് ഓൾസോ നോൺ ആസ്. അതായത് കേരള സ്റ്റേറ്റ് കൈത്തറി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് ഡാഷ് എന്നും അറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? ഹാൻവീവ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.